ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങളിവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് സ്നോ മൗണ്ടെയിൻ കാണാൻ പോവാണ് കേട്ടോ. അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടേക്ക് പോകുന്ന വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും തിരിച്ചു വരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു സാറ്റർഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. ലീവുള്ള ദിവസമാണ്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഏട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പോകുന്നതിൻ്റെ തലേന്ന് തന്നെ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കാരണം അവിടെ എത്തിയിട്ട് ഇനി എങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുകയെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും ഒരു 5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ അത്രയും ടൈം ട്രാവൽ ചെയ്ത് അവിടെ എത്താനുള്ളല്ലോ. അവിടെ എത്തുമ്പോഴേക്ക് വിശക്കും. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവർ ബ്രേക്ക്ഫാസ്റ്റാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഫ്രഷ് ആക്കിയിട്ടാണ് കിടത്തി ഉറക്കിയത്. കാരണം 3 മണിയൊക്കെ ആകുമ്പോൾ എണീക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു സമയം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ആ സമയത്ത് എണീറ്റ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും, തണുപ്പാണല്ലോ. അപ്പോൾ അവനെ രാവിലെ എണീപ്പിച്ച് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ 3 മണിയാകുമ്പോൾ എണീറ്റ് ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷായി അങ്ങനെ വീട്ടിൽ നിന്ന് 4 മണിയാകുമ്പോൾ ഇറങ്ങി. അപ്പോൾ അതുവിനെ എണീപ്പിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സ്നോ മൗണ്ടെയിൻ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓക്ക്ലാൻഡിലെ ഒരു നീളം കൂടിയ ടണലാണ് കേട്ടോ. ഇത് പാസ് ചെയ്തിട്ട് വേണം റോട്ടിലേക്ക് കിടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി. വല്ല വണ്ടികളൊന്നുമില്ല കേട്ടോ. കാരണം ഈ ഒരു സമയമായതുകൊണ്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വല്ല തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്തു കേട്ടോ. ഇനി അവിടെ എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. നല്ല ക്ലൈമറ്റ് ആയാൽ മതിയെന്നു. അവിടെ എത്തിയിട്ട് മഴ കാണുന്നുണ്ടെങ്കിൽ മൂഞ്ചി. ഇത്രയും ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം ഒരാഴ്ചയായിട്ട് സണ്ണി ഡേ തന്നെയായിരുന്നു അല്ലേ. അങ്ങനെ മഴയൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നല്ല മഴയാണ് കേട്ടോ. ആദ്യം ചെറിയ രീതിയിലുള്ളതാണ്, പക്ഷെ ഇപ്പൊ നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. എന്തായാലും ഇത്രയും ദിവസം മഴ ചെയ്യാണ്ട് എന്തെങ്കിലും മഴ ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴേക്കും മഴയില്ല, ഞാൻ മതിയെന്ന്. വൃത്തിക്ക് മഴയാണ്, എന്താ ചെയ്യാ? മഴ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പൊ മഞ്ഞുണ്ടാവുമോ? എന്നാലും അത്ര മഞ്ഞുണ്ടാവില്ല തോന്നുന്നു. കണ്ടില്ല ഗൈസ്, അങ്ങനെ മഴ ചതിച്ചു. ഞങ്ങളെ ചതിച്ചു എന്നാണ് വിചാരിച്ച കേട്ടോ. പക്ഷെ ചതിച്ചില്ല. ആദ്യം ചെറിയ തോതിലൊന്നു മഴ, പിന്നെ നന്നായിട്ട് മഴ പെയ്തു. അത് ഞങ്ങൾ ആകെ ഒന്ന് ഡെസ്പായി പോയിട്ടോ. കാരണം നമ്മൾ വലിയ ആഗ്രഹിച്ച് പോയിട്ട് അവിടെ ചെന്നിട്ട് മഞ്ഞുമില്ല മഴയാണെന്നുണ്ടെങ്കിൽ ആകെ എന്താ പറയുക, അത്ര അങ്ങോട്ട് സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ആകെ ഒന്ന് ഡെസ്പായി പോയിരുന്നു. പിന്നെ ആ മഴ എങ്ങോട്ടോ പോയി കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നത് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. മക്കളും ഉറങ്ങി. ഏട്ടൻ തീരെ ഉറങ്ങിയിട്ടില്ല. ഏട്ടനായിരുന്നു ഫുള്ള് വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വണ്ടി ഓടിക്കും, പക്ഷേ ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുത്തില്ല. കാരണം ഏട്ടനെ തന്നെ ഏൽപ്പിച്ചു. കാരണം ഇവിടെ ഭയങ്കര സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുൾ 100 സ്പീഡിലാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കുറേയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ മത്സരിച്ച് ഓടിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം അവിടെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ തന്നെ ഞാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചു. പിന്നെ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കങ്ങനെ മാപ്പ് നോക്കി വണ്ടി ഓടിച്ചാൽ ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പേർട്ട് ആയിട്ടില്ല. ഒന്ന് സെറ്റായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇവിടെ ചെറിയ തോതിലൊക്കെ ഓടിക്കും കേട്ടോ. നമുക്ക് നാട്ടിൽ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓടിക്കാം. അങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഒരു യാത്ര പോകില്ല. നമ്മൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ കാരണം ലേറ്റ് ആവണ്ട, എവിടെ ഡിലേ വന്ന് പോയാൽ വിചാരിച്ചിട്ട് ഞാൻ ആ ഡ്യൂട്ടി എടുത്തില്ല. ഏട്ടനെ തന്നെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളി പ്ലേസാണ്. നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഇമാജിൻ ചെയ്യുന്ന മലകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഒക്കെ കാണുന്നത് ഈ പോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വഴിയിൽ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അവിടെ നിന്ന് സൈഡാക്കി രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. കാരണം നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഒരു 6:30-7 മണിയായപ്പം തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും സൈഡാക്കി അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ.
അപ്പം സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഈ ഒരു സമയം നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടായിരുന്നു അവർ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ സൈഡാക്കി ഞങ്ങളിവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ. ഇപ്പം ഈ കാണുന്നവരൊക്കെ അങ്ങോട്ടേക്ക് ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ അങ്ങനെ സൈഡാക്കിയിട്ട് ചായ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാനേ പറ്റില്ല, കാരണം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. വണ്ടിയിൽ തന്നെ ഹീറ്റർ ഓൺ ആക്കിയതുകൊണ്ട് അങ്ങനെ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തണുപ്പ് മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും പിന്നെ ചപ്പാത്തി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഫില്ല് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ പശുക്കളാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ പശുക്കൾ നമ്മളധികം ഈ വൈറ്റ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ കാണുക. ഒരുപാട് എണ്ണം ഉണ്ടാവും, ഒരു സൈഡിലായിട്ട് ഒരുപാട് എണ്ണം ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചെമ്മരിയാടുകളൊക്കെ ഉണ്ട്, അത് പോകുമ്പോൾ കാണാം. പിന്നെ ഞങ്ങൾ സ്പീഡിൽ പോകുന്നുണ്ട്, കുറേയൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അങ്ങനെ വഴിയിലൊന്നും ഞങ്ങൾ നിർത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാരണം ഡിലേ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എവിടെയും നിർത്തിയിട്ടില്ല. പിന്നെ ഒരുപാട് അങ്ങോട്ട് പോയതിൻ്റെ ശേഷമാണ് വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ചു, കാരണം വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു, അത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ആദ്യമൊക്കെ പറഞ്ഞാൽ തണുപ്പ് കൊണ്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ, അമ്മാതിരി തണുപ്പായിരുന്നു. എന്താ പറയുക, ഇത്രയും തണുപ്പ് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അറിഞ്ഞിട്ടില്ല. അവിടെ എത്താറായപ്പോഴാണ് കേട്ടോ തണുപ്പുണ്ടായിരുന്നത്. ആദ്യം പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, അത് മാത്രമാണ് കഴിച്ചത്. അവന് ബ്രെഡ് ഓംലെറ്റോ ചപ്പാത്തി ഒന്നും കഴിച്ചില്ല. തണുപ്പുകൊണ്ടാണോ എന്നറിയില്ല, അവനൊന്നും തീരെ കഴിച്ചില്ല. അങ്ങനെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും അതൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇനി പോകണം, കാരണം അവിടെ എത്തുമ്പോൾ ലേറ്റ് ആയാൽ ആകെ സീനാവും. പിന്നെ നല്ലൊരു ടൈമിൽ നമ്മളവിടെ എത്തണം. അവിടെ എത്തി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണമല്ലോ തിരിച്ച് പോരാനായിട്ട്. അവിടെ 4 മണി വരെ ഉണ്ടാവുള്ളൂ, 9 മണി മുതൽ 4 മണി വരെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി കാറിലേക്ക് പോവാണ് കേട്ടോ. കണ്ടോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടോ, നമുക്കതിനെ കണ്ടാലും മതിയില്ല, അത്രയും മനോഹരമാണ്. ഞാൻ ഇവിടുന്ന് പോകുന്ന വഴി ഒരുപാട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ എടുത്തെടുത്ത് ഫോണിലെ ചാർജ് തീർക്കണ്ടെന്ന് ഇങ്ങനെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ ഞാൻ പറയാം, എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് മതി തീരുന്നില്ല. അത്രയ്ക്കും ഞാൻ ഇവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക വ്യൂസൊക്കെ അങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേയൊക്കെ നമുക്കിവിടെ അങ്ങനെ മരങ്ങളൊക്കെ ഉണങ്ങി എടുക്കുന്നത് കാണാം. അതെനിക്ക് തോന്നുന്നു വിൻ്റർ ആയതുകൊണ്ട് മഞ്ഞ് വീണിട്ട് അങ്ങനെയല്ല പൊഴിയുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ ഇവിടെ നല്ലോണം അത് ഫോഗൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ എത്താനായപ്പോഴാണ് കേട്ടോ അങ്ങനെ ഫോഗ് കാണുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം നമ്മൾ അവിടെ എത്തും കേട്ടോ. മഞ്ഞുമല കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ സ്നോ മൗണ്ടനൊക്കെ കാണാൻ പോകുന്നുള്ളത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാനിവിടെ ന്യൂസിലാൻഡിലേക്ക് വരുന്നതൊക്കെ കൂടി നമ്മളിങ്ങനെ എന്താ പറയുക, ഈ റീൽസിലും ഓരോ വീഡിയോസിലും അല്ലെങ്കിൽ ഓരോരുത്തർ ഇതേപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ സ്നോ മൗണ്ടനിലൊക്കെ ഇരുന്ന് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ, ഏത് കാലത്ത് നമുക്കൊക്കെ ഒന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ഫൈനലി പൊക്കാണ് പോകുന്നുണ്ട് കേട്ടോ. അവിടേക്ക് എത്താൻ ഏകദേശം ഒരു 44 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ. 44 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നമ്മളിപ്പോൾ ഈ ഒരു പ്ലേസിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ സീസണാണ്. ഈ ഒരു മാസം ലാസ്റ്റോട് കൂടി ഓഗസ്റ്റോട് കൂടി ഏകദേശം വിൻ്റർ അവസാനിക്കും. വിൻ്റർ ഏകദേശം ക്ലോസ് ആവും. അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്നോ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴാണ് വരാൻ പറ്റിയൊരു ടൈം എന്ന് പറഞ്ഞത്. ഞങ്ങൾ രാവിലെ പോരുന്ന സമയം ഞങ്ങൾക്ക് ആകെ ടെൻഷൻ ചെയ്യുന്നുണ്ടോ, ഫുൾ മഴയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ ഒരു ക്ലൈമറ്റിനോട് തന്നെ ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് വിചാരിച്ച പോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എൻജോയ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അങ്ങനെ ഒരുപാട് വീടുകളോ ബിൽഡിങ്സോ ഒന്നുമില്ല. ഫുൾ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഫുള്ളായിട്ടുള്ളത്. ഫുൾ പച്ചപ്പ്, ഫുൾ മരങ്ങൾ, കാടുകൾ, അതിലൂടെയൊക്കെയാണ് ഈ റോഡുകൾ കാര്യങ്ങളുള്ളത്. വണ്ടികളായാലും ഇല്ല കേട്ടോ. എന്താ പറയുക, പിന്നെ ഒരുപാട് പശുക്കളെ കാണാം, ചെമ്മരിയാടുകൾ കാണാം, ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക ഫീലിംഗ് ആണ് കേട്ടോ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ. കൂടുതൽ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്കങ്ങനെ സാവധാനമൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റിയൊരു പ്ലേസാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട്, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും, ഏട്ടൻ വന്നത് കഴിഞ്ഞ വർഷമാണ് ഇവിടെ ന്യൂസിലാൻഡിൽ എത്തിയത്. പക്ഷെ ഏട്ടനായാലും ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു മഞ്ഞുമല സ്നോ ഫുള്ളായിട്ടൊന്ന് കാണാൻ പോകുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഭയങ്കര ഉറക്കിലാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങിയിരുന്നു. ആദ്യം ഇടയ്ക്കൊന്ന് ഉറങ്ങുന്നുണ്ട്. ആദ്യം എന്തായാലും വരുന്ന കാഴ്ചകൾ കാണാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ആ ഒരു ഇത് കാണിച്ചു തരാം. ആ ഒരു സ്നോ മഞ്ഞുമല കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, ആ ഒരു ഭാഗം മാത്രമാണ് ആ സ്നോ ഫുള്ളായിട്ട് മൂടി കിടക്കണേ. അതെന്താ അവിടെ മാത്രം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ മലകളുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മൾ പോകുന്ന സൈഡിലൊക്കെ ഇങ്ങനെ എന്താ പറയാ പച്ചപ്പുള്ള ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ചെറിയ തോതിൽ സ്നോ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ കാണുന്ന അത്രയ്ക്കൊന്നും വേറെ എവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അതെന്താ അവിടെ മാത്രം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് നേരമല്ല വണ്ടി ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വണ്ടി ഇതവിടെ സൈഡാക്കി ഞങ്ങളങ്ങനെ പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പാണ്. നമുക്ക് കണ്ടാലും മതി തീരാന്ന് മാത്രം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ആദു നല്ല ഉറക്കിലായതുകൊണ്ട് തന്നെ ആദുവിനെ പുറത്തേക്ക് ഇറക്കിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിതാ ഇനി ഇവിടുന്ന് വീണ്ടും ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അല്ലാണ്ട് ദൂരമല്ല, നമ്മൾ സ്നോ മൗണ്ടൻ ഏകദേശം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ടാവും അവിടേക്ക് എത്താനായിട്ട്. പിന്നെ ഞങ്ങൾ പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീണ്ടും ചില മൗണ്ടൻസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഇങ്ങനെ 2-3 സ്നോ മൗണ്ടൻസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ മലകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, മഞ്ഞുമലകൾ. ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത്.
അവസാനം സ്നോ മൗണ്ടൻ അടുത്തെത്തി കേട്ടോ. ഇനി ഇവിടുന്നും കുറച്ച് ദൂരം പോകാനുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്തോളം യാത്ര ചെയ്യണം കേട്ടോ. ഇവിടേക്ക് നമുക്ക് ബസ് സർവീസ് ഉണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലൊക്കെയാണ് കൂടുതൽ സ്നോ ഉള്ളത് കേട്ടോ. താഴെയൊക്കെ കുറവാണ്. താഴെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അങ്ങനെ ഞങ്ങളും ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ബസ്സിൽ കയറി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ അവർ മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലയിൽ ക്യാപ്പും അതേപോലെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടു. ഞങ്ങൾ വിചാരിച്ചത് ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും എന്നാണ് കേട്ടോ. പക്ഷെ അത്ര തണുപ്പില്ലായിരുന്നു. നമ്മൾ ആദ്യം നിന്നോടത്തുള്ള അത്ര തണുപ്പൊന്നും ഇവിടെ ഇല്ല. ഒന്നാമത് വെയിലുള്ളത് കൊണ്ടായിരിക്കാം, നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം അത്ര അങ്ങോട്ട് തണുപ്പ് ഫീൽ ചെയ്തില്ല. എന്നാലും ഉണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഒരു സ്കൈ ലൈൻ കയറാനുണ്ട്. ഈ സ്കൈ ലൈനിൽ കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലെത്തുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഏട്ടൻ ഓൺലൈനായിട്ട് എടുത്തിട്ട് അവിടെ ടിക്കറ്റ് വാങ്ങിക്കുമായിരുന്നു. അത് റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടന്. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഡയറക്റ്റ് തന്നെ എടുത്തു. അപ്പോൾ അവർ കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈനായിട്ട് എടുക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ലേറ്റായി ടിക്കറ്റ് കയ്യിൽ കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം ടിക്കറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കും ഏട്ടനും ആദ്യക്കുമായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര ആൾക്കാരാണ്. എത്രയും ആൾക്കാരുണ്ടാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ക്യൂ നിന്നിട്ടാണ് ഈ സ്കൈ ലൈനിൽ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കയറാന്ന് പറഞ്ഞത്. ഒത്തിരി പേരുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ലൊരു ക്ലൈമറ്റുമാണ്. അവിടെ എത്തിയപ്പോഴാണ് ഹാപ്പി ആയത്, കാരണം ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ഈ സ്കൈ ലൈനിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് അതിൽ പോകാൻ, ഇതിങ്ങനെ റൗണ്ട് അടിച്ച് വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ഓടി കയറണം, അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ് ആയി പോവും. അപ്പോൾ അത് വരുന്നത് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് വന്ന് ജസ്റ്റ് അവിടെ അങ്ങനെ നിൽക്കില്ല, അതിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വേഗം അതിലേക്ക് ഓടിക്കയറണം. അങ്ങനെ ഞങ്ങൾ ആദൂനെ ഏട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം അതിലേക്ക് കയറി. പിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം അത്രയും ഒരു ഹൈയിൽ നമ്മൾ ഇങ്ങനെ താഴോട്ടേക്ക് നോക്കുമ്പോൾ പിന്നെ മഞ്ഞിൻ്റെ ഈ സെൻറ്ററിൽ കൂടെയാണ് ഈ സ്കൈ ലൈനിൽ ഇങ്ങനെ പോകുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ മുകളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ആദ്യം ഞങ്ങളെല്ലാവരും നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ എല്ലായിടത്തും അലൗഡ് അല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു സ്നോയിൽ കളിക്കാനായിട്ട്. ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ അലൗഡായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് അവിടെ വരെ പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെ നമുക്ക് അവിടെ അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും റഷായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് തിരിച്ച് പോരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്ന പോലെ തന്നെ അവിടുന്ന് താഴേക്ക് ബസ്സിന് പോന്നിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ. അതൊന്നും നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല വിശന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മന്തി എന്നല്ലോ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയൊരു തണുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വിശപ്പിൽ ഞങ്ങളങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളോട് തിരിച്ചു പോകുന്നു. പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു പുറത്തുനിന്നൊരു കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുന്ന കാഴ്ചകളും കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വീട്ടിലെത്തുമ്പോൾ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം.